ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് മൊഡ്യൂളിന്റെ സെക്കൻഡ് സിമുലേഷൻ അസൈൻമെന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിറ്റർമൈൻ ദ ടൈം റെസ്പോൺസ് ഓഫ് ദ ഗിവൺ സിസ്റ്റം സബ്ജക്റ്റഡ് ടു എനി ആർബിട്രറി ഇൻപുട്ട്. നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡിഫറെന്റ് ഇൻപുട്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഈ ഒരു സിമുലേഷൻ മാറ്റ്ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ മാറ്റ്ലാബിൽ സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ ആദ്യം ഇതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. സോ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആണത്. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ദിസ് ഈസ് ദ സ്റ്റെപ്പ് റെസ്പോൺസ്, ദിസ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ്, ദെൻ ലീനിയർ സിമുലേഷൻ റിസൾട്ട്സ് ആണ്. ഞാൻ സൈൻ വേവ് കൊടുക്കുമ്പോഴും റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴും അതുപോലെ പാരബോളിക് സിഗ്നൽ കൊടുക്കുമ്പോഴുള്ള റെസ്പോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഓരോ ലൈനിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഫസ്റ്റ് ലൈനിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഫംഗ്ഷൻ ഈസ് 1 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 ആണ്. സോ ന്യൂമറേറ്ററിന്റെ ടേം ആണ് ഞാനിവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ടേം ആയിട്ട് ഡിനോമിനേറ്ററിന്റെ കോഎഫിഷ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് 1, 5 ആൻഡ് 6. അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന TF എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. സോ h1 എന്ന് പറയുന്നതിനകത്തായിരിക്കും എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ടി ലൈൻ സ്പേസ് കൊടുത്തിട്ടുള്ളതാണ്. അതായത് എനിക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എനിക്ക് ടൈം ആക്സിസ് വേണം. സോ ടൈം ആക്സിസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ സബ് പ്ലോട്ട് എന്ന് പറയുന്നത്, സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു ഫിഗറിൽ തന്നെയാണ് ഞാനിവിടെ 5 ഫിഗേഴ്സും വരച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സബ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ മാറ്റ്ലാബിൽ നമ്മൾ സബ് പ്ലോട്ട് ഒരു മെട്രിക്സിന്റെ ലൊക്കേഷൻ വൈസ് ആണ് ചെയ്യുക. സോ ഇവിടെ 3,2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 മെട്രിക്സിന്റെ എലമെന്റ് ആണ് എടുക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ 3 റോസും 2 കോളംസും ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് പൊസിഷനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3,2,1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ സ്റ്റെപ്പ് ഓഫ് h1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനിൽ നമ്മൾ h1 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് എനിക്ക് കണ്ടിട്ടുള്ളത്. സെക്കൻഡ് വൺ ഇസ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ സബ്പ്ലോട്ട് 3,2,2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ സെക്കൻഡ് പൊസിഷൻ. സോ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ കൊടുത്തിട്ടുള്ളത്. ഇമ്പൾസ് ഓഫ് h1, ദാറ്റ് ഇസ് എന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എനിക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ലീനിയർ സിമുലേഷൻസ് ആണ്. അതായത് സൈൻ വേവ്, റാം വേവ്, പാരബോളിക് വേവ്, ഈ 3 വേവുകളും ഈ സെയിം ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് അറിയാനാണ്. ഓക്കെ, സോ ആദ്യം ഞാനിവിടെ ഒരു സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്നു. R എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കൊടുക്കുന്നുണ്ട്. സൈൻ ഓഫ് t എന്ന് പറയുന്നത് ദിസ് ഇസ് t. സോ എനിക്കൊരു സൈൻ വേവ് കിട്ടും. അതുപോലെ ഒരു റാം വേവ് കിട്ടും. ഓക്കെ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 2 ആയതുകൊണ്ട് 2 × t എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് പാരബോളിക് സിഗ്നൽ. പാരബോളിക് സിഗ്നലിൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 5 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ചെയ്യാൻ പോകുന്നത് സൈൻ റെസ്പോൺസ് ആണ്. സോ സൈൻ റെസ്പോൺസിൽ നമ്മൾ നോക്കിയാൽ കാണാം, സബ് പ്ലോട്ടിൽ 3rd പൊസിഷൻ ആണ് വേണ്ടത്. സോ ഈ ഒരു പൊസിഷനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ് പ്ലോട്ട് 3,2,3 കൊടുത്തിട്ടുള്ളത്. എൽസിം എന്ന് പറയുന്നതാണ് എൻ്റെ അത് പ്ലോട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അതിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ റെസ്പോൺസ് തന്നെയാണ്. h1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്പോൺസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് വൺ കൊടുത്തിട്ടുള്ളത് ഈ സൈൻ വേവ് ആണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ടൈം. സോ ഈ 3 സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ റെസ്പോൺസ്. ഇതിൽ നോക്കിയാൽ ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്നതാണ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നലും ഈ ബ്ലൂ ആയിട്ട് കാണുന്നതാണ് നമ്മളുടെ റെസ്പോൺസ്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് റാം റെസ്പോൺസിൽ ഞാനിവിടെ ഇൻപുട്ട് ആയിട്ട് S ആണ് കൊടുക്കുന്നത്. S ഇസ് അവർ റാം സിഗ്നൽ. സോ ഇവിടെ ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ദിസ് ഈ ബ്ലാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ട്, ദിസ് ബ്ലൂ ഈസ് അവർ റെസ്പോൺസ്. സിമിലർലി വി ആം ചേഞ്ചിങ് ദിസ് ടേം ടു Q. നമ്മുടെ പാരബോളിക് സിഗ്നൽ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ഐ എം ഗെറ്റിംഗ് ദ റെസ്പോൺസ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ആർബിട്രറി ഇൻപുട്ടുകൾക്ക് എന്താണ് റെസ്പോൺസ് എന്നുള്ളത് മാറ്റ്ലാബിൽ സിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.